മുസ്ലിം സമുദായത്തിൽ വിവാഹത്തിൻ്റെ തലേനാൾ വധുഗ്രഹത്തിൽ നടത്തപ്പെടുന്ന ചടങ്ങാണ് മെഹന്തി കല്യാണം. മണവാട്ടിയെ അവളുടെ പുതിയ ജീവിതത്തിനായി ഒരുക്കുന്നതിനു വേണ്ടിയാണ് ബന്ധുജനങ്ങൾ ഇത് നടത്തുന്നത്. ഇതിലൂടെ വധുവിന് മുതിർന്നവരുടെ അനുഗ്രഹങ്ങളും ആശംസകളും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹിന്ദുക്കളുടെ പരമ്പരാഗത വിവാഹ ചടങ്ങുകൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നു. വധുവിൻ്റെയും വരൻ്റെയും വീട് നിറങ്ങൾ കൊണ്ടും പൂക്കൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. ഹിന്ദു വിവാഹത്തിൻ്റെ പ്രധാന സാക്ഷി അഗ്നിയാണ്. ഇന്ത്യയിലെ നിയമവും പാരമ്പര്യവും അനുസരിച്ച് വധുവും വരനും ചേർന്ന് 7 പടവുകളും അഗ്നി സാന്നിധ്യത്തിൽ പൂർത്തിയാക്കുമ്പോഴാണ് ഓരോ ഹിന്ദു വിവാഹങ്ങളും പൂർണ്ണതയിലെത്തുന്നത്. കാശ്മീരിൻ്റെ അസാധാരണമായ സൗന്ദര്യം പോലെ തന്നെ ആഹ്ലാദകരമായ വെജിറ്റേറിയൻ പാചക രീതികളാലും അതുല്യമായ കുടുംബാചാരങ്ങളാലും വധുവും വരനും ധരിക്കുന്ന പരമ്പരാഗത വസ്ത്രങ്ങളാലും മിശ്രിതമായതാണ് കാശ്മീരി വിവാഹങ്ങൾ. ഇതിലെ ഒരു പ്രധാന ചടങ്ങാണ് പോഷ് പൂസ. വിവാഹത്തിൻ്റെ അവസാനം ദമ്പതികൾ തലയിൽ ചുമന്ന തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവർ അവരെ പൂക്കൾ കൊണ്ട് പൂജ ചെയ്യുന്നു. ഇത് ചെയ്യുന്നതിലൂടെ ദമ്പതികളെ ശിവന്റെയും പാർവതിയുടെയും അവതാരമായി കണക്കാക്കുന്നു. തമിഴ് വിവാഹത്തിൽ വധു സുന്ദരവും പരമ്പരാഗതവുമായ കാഞ്ചീപുരം സിൽക്ക് സാരിയിൽ തിളങ്ങുന്ന നിറത്തിലുള്ള ആഭരണങ്ങളുമായി ഒരുങ്ങുന്നു. ഒരു തമിഴ് വധു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഐക്കണുകളിൽ ഒന്നാണ്. സാധാരണയായി 9 യാർഡ് നീളമുള്ള സാരി പരമ്പരാഗത മടിസാർ ശൈലിയിലാണ് ധരിക്കുന്നത്. सारे मौसम बाबुल तेरे घर में अब चले पाओ मेरे पिया के शहर में. ഷാദി എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ വിവാഹത്തിൽ പ്രധാനമായും 2 പരമ്പരാഗത ചടങ്ങുകൾ ഉൾക്കൊള്ളുന്നു: നിക്കാഹും വാലിമയും. അടുത്ത കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വരനും വധുവും ഒപ്പുവയ്ക്കുന്ന വിവാഹ കരാറാണ് ഔപചാരിക വിവാഹ ചടങ്ങായ നിക്കാഹ്. വിവാഹം ഔദ്യോഗികമായി പരസ്യമാക്കുന്ന ചടങ്ങാണ് വാലിമ. വിവാഹം പൂർണ്ണമാകാൻ വിവാഹ നിശ്ചയ ദിവസം മുതൽ വിവാഹ ചടങ്ങ് വരെ 1 വർഷമോ അതിൽ കൂടുതലോ സമയമെടുക്കും. കേരള ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു പരമ്പരാഗത ചടങ്ങാണ് മധുരം വെപ്പ്. വിവാഹത്തിന് 1 രാത്രി മുമ്പ് വധുവിൻ്റെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ക്രിസ്ത്യൻ പാരമ്പര്യമനുസരിച്ച് മധുരം കൊടുക്കും. വിവാഹിതയാകാൻ പോകുന്ന വധുവിന് മുതിർന്നവരുടെ അനുഗ്രഹവും പുതുജീവിതത്തിനുള്ള സന്തോഷപ്രദമായ ഒരുക്കവുമായിട്ടാണ് തലേ ദിവസത്തെ ചടങ്ങിനെ കണക്കാക്കുന്നത്.